24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിന് മുഴുവൻ തുകയും നൽകിയെന്നും വേതനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കി. ദേശീയ ആരോഗ്യ മിഷൻ വഴി കേരളത്തിന് നൽകിയ തുകയുടെ കണക്കുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ആശാ വർക്കേഴ്സിന്റെ വേതനമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്ന രാജ്യസഭയിൽ P. സന്തോഷ് കുമാർ MP ഉന്നയിച്ച ചോദ്യത്തിന് ആശാ വർക്കേഴ്സിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും കഴിഞ്ഞയാഴ്ച ചേർന്ന ദേശീയ ആരോഗ്യ മിഷൻ യോഗം ആശാ വർക്കേഴ്സിന്റെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കി. The government of India has given all its due. Please. No, not allowed. Please take your seats. We have given all its due. The utilization certificate has not come. കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും JP നഡ്ഡ പറഞ്ഞു. അതേസമയം മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും P. സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ആശാ വർക്കേഴ്സ് കിട്ടുന്ന തുകയെക്കുറിച്ച് സുതാര്യത ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയെന്ന് പ്രതികരിച്ചു. കഴിഞ്ഞ ഞങ്ങൾ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ വിഷയത്തിൽ വളരെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഈ ഇന്നത്തെ ഈ അഭിപ്രായം വെളിപ്പെടുത്തുന്നത്. കേന്ദ്രം വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് സ്വാഗതാർഹമെന്നും ഇത് തന്നെയാണ് കേരളവും ആവശ്യപ്പെട്ടതെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ അത് പാർലമെന്റിൽ പറഞ്ഞതായിട്ട് കാണുന്നത് വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ ആവശ്യവും അതായിരുന്നു. ഞാൻ നേരത്തെ പോയി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. ദേശീയ ആരോഗ്യ മിഷൻ ആശാ വർക്കേഴ്സിനായി കേരളത്തിന് 2021-22 16.75 കോടിയും 2022-23 2023-24 87.8 കോടി രൂപയും അനുവദിച്ചതായി രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യത്തിന് ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് മറുപടി നൽകി. ഒരു മാസം പിന്നിടുമ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 17 ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തും. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാല ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ പൊങ്കാലയും സംഘടിപ്പിക്കുമെന്നും ആശാ വർക്കേഴ്സ് പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ആശാ വർക്കേഴ്സിന്റെ വേതന വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോര്. കഴിഞ്ഞ വർഷത്തെ മുഴുവൻ തുകയും നൽകിയെന്ന JP നഡ്ഡയുടെ വാദം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2023-24 വർഷത്തിൽ 1 രൂപ പോലും ക്യാഷ് ഗ്രാന്റ് കിട്ടിയില്ലെന്നാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ഇതു സംബന്ധിച്ച രേഖകൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ വെച്ചു. എന്നാൽ കേന്ദ്രം പണം അനുവദിച്ചെന്നും ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടെത്തണമെന്നും ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തൽ സന്ദർശിച്ച സുരേഷ് ഗോപി പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിക്കുള്ള ക്യാഷ് ഗ്രാന്റ് 1 രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാനം. ആരോഗ്യ കേന്ദ്രങ്ങളിൽ കേന്ദ്രം നിർദ്ദേശിച്ച പേര് നൽകുന്ന കോ ബ്രാൻഡിംഗ് ചെയ്യാത്തതിന്റെ പേരിൽ തടഞ്ഞുവെച്ച തുക ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാലയളവിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 826.02 കോടി രൂപ, ഇതിൽ ലഭിച്ചത് 189.15 കോടി രൂപ. ബാക്കി 636.88 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. NHM യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആരോഗ്യമന്ത്രി സഭയിൽ വെച്ചു. കേരളത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സർ. 2025 ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഫണ്ട് ലൊക്കേഷൻ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അയച്ചിട്ടുണ്ട് സർ. അതിന്റെ ഡോക്യുമെന്റും ഉണ്ട് സർ. അപ്പോൾ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ ഷെയർ സർ ഇതിൽ നില്ലാണ്. ആശാ വർക്കേഴ്സിന്റെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിൽ എത്തിയത്. സംസ്ഥാനത്തിന് പണം നൽകാനില്ലെന്നും ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ കേന്ദ്രത്തിന് കൈമാറിയാൽ ഇനിയും തുക നൽകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും. ആശാ വർക്കേഴ്സിന് പൊങ്കാലയിടാൻ 100 കിലോ അരിയും സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തു. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. ഗവർണറുടെ കൂടി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചയെന്നാണ് സൂചന.
വയനാടിനായി 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഉന്നയിച്ച നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുന്നിലുണ്ട്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ ചർച്ചയാകും നാളെ നടക്കുക. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ്, സംസ്ഥാന ധനകാര്യ സെക്രട്ടറി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുക്കും. ധനമന്ത്രി കേരള ഹൗസിൽ എത്തി മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും ചർച്ച. അദ്ദേഹം വരുന്നത് അത് അവർക്ക് സീമനോട് നേരിട്ട് കാണണം, സംസാരിക്കണം. അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ ഭാഗമല്ലേ. അതേസമയം ധനമന്ത്രാലയത്തിലാകും കൂടിക്കാഴ്ചയെന്നാണ് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ കഴിഞ്ഞയാഴ്ച കേന്ദ്രത്തിന് മുന്നിലുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. കേരളം പ്രതീക്ഷയോടെ കാണുന്ന കൂടിക്കാഴ്ചയാണ് നാളെ നടക്കാനിരിക്കുന്നത്. 24 ഡൽഹി. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കുമായി അത്താഴ വിരുന്ന് നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പി ടി ഉഷ ഉൾപ്പെടെയുള്ള എംപിമാർ പങ്കെടുത്ത വിരുന്നിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരും പ്രിയങ്ക ഗാന്ധിയും വിട്ടുനിന്നു. കേരളത്തിന്റെ എല്ലാ ആവശ്യത്തിനും ഒപ്പമുണ്ടാകുമെന്ന് ഗവർണർ വിരുന്നിൽ. ടീം കേരളയോടൊപ്പം ഗവർണറുമുണ്ടെന്നത് ആഹ്ലാദകരമെന്ന് മുഖ്യമന്ത്രി. വികസന കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി കേരളം മുന്നോട്ടു പോകുന്നതിന് പ്രതീക്ഷകൾ നൽകുന്നതാണ് ഗവർണർ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിന്റെ ഭാഗമായുണ്ടായ ചർച്ചകൾ. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ടു പോകണമെന്ന് ഗവർണർ കേരളത്തിൽ നിന്നുള്ള എംപിമാരോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് താനും ബോധവാനാണെന്ന് ഗവർണർ പറഞ്ഞു. ടീം കേരളയോടൊപ്പം ഗവർണറുമുണ്ടെന്നത് ആഹ്ലാദകരമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. കേരളത്തിലെ ലഹരി ഉപയോഗം ആശങ്കയായി ഗവർണർ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുന്നുവെന്നത് ഭൂരിഭാഗം എംപിമാരും ഗവർണറെ അറിയിച്ചു. ഗവർണറുടെ അത്താഴ വിരുന്നിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വയനാട് എംപി പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തില്ല. പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഗവർണർ യോഗം വിളിച്ചത്. അത്താഴ വിരുന്നിന് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ചാണ് കൊച്ചിൻ ഹൌസിലേക്ക് മടങ്ങിയത്. 24 ഡൽഹി. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് 100-ലേറെ പേരെ ബന്ദികളാക്കി ബലൂച്ച് ലിബറേഷൻ ആർമി. 20 പാക് സൈനികരെ വധിച്ചതായും 182 പേരെ ബന്ദികളാക്കിയതായും ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കി. സൈന്യമിറങ്ങിയാൽ ബന്ദികളെ വധിക്കുമെന്നും മുന്നറിയിപ്പ്. ഇന്ത്യൻ സമയം രാവിലെ 9:30-യോടെയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ നിന്ന് ജാഫർ എക്സ്പ്രസ് പുറപ്പെട്ടത്. ടണലിലൂടെ ട്രെയിൻ കടന്നുപോകുന്നതിനിടെയാണ് ബലൂച്ച് വിമോചന സേന ട്രെയിൻ റാഞ്ചിയത്. ട്രെയിനിൽ നിന്ന് വെടിയൊച്ച കേട്ടതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചു. ബന്ദികളായവരിലധികവും പാക് പഞ്ചാബിലേക്ക് അവധിക്ക് പുറപ്പെട്ട പാക് സൈനികരും പോലീസുകാരും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമാണ്. സൈന്യം രംഗത്തിറങ്ങിയാൽ ബന്ദികളെ വധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ട്രെയിൻ റാഞ്ചിയെടുത്ത പ്രദേശത്തിന് സമീപത്തുള്ള ആശുപത്രികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ബലൂചിസ്ഥാനിൽ പാക് സേനയും വിഘടനവാദികളും ഏറ്റുമുട്ടൽ പതിവാണ്. 2024 ശേഷം ഏറ്റുമുട്ടൽ വർദ്ധിച്ചെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക് 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ പരസ്യ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി എ പത്മകുമാർ. പാർട്ടിക്കാരനെന്ന നിലയിൽ തന്റെ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നെന്ന് 24-നോട് എ പത്മകുമാറിന്റെ പ്രതികരണം. എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിന് പിന്നാലെയാണ് പത്മകുമാർ നിലപാടിൽ അയവ് വരുത്തിയത്. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നതിന് മുൻപ് പത്മകുമാറിനെ വരുതിയിലാക്കിയിരിക്കുകയാണ് CPIM. എ കെ ബാലൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പത്മകുമാറുമായി സംസാരിച്ചിരുന്നു. ഇതോടെയാണ് പത്മകുമാർ നിലപാട് മയപ്പെടുത്തിയത്. അച്ചടക്കമുള്ള കേഡർ എന്ന നിലയിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്ന് എ പത്മകുമാർ 24-നോട്. പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ മറ്റൊരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളുടെ പേര് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ, പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. വീണ ജോർജിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമല്ല. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും അംഗീകരിക്കുമെന്നും പത്മകുമാർ. സാർ, വീണ ജോർജ്, ഞാൻ ഒരിക്കലും വീണ ജോർജിനെതിരായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കലല്ല. സാർ, വീണ ജോർജ് MLA എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ആ പറഞ്ഞ കാര്യം വെളിയിൽ പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന മാധ്യമ വാർത്തകളും പത്മകുമാർ നിഷേധിച്ചു. പത്മകുമാർ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. പല ഭാഗത്തും വരുന്നില്ല, ചെറിയ പ്രസ്താവന വന്നിട്ട് അവരെന്നെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൽ വിയോജിപ്പല്ല, അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു, അദ്ദേഹം തന്നെ തിരുത്തിയതൊക്കെ അല്ലേ. അതുപോലെ അതിന് വേണ്ടി ഞാനും. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിന്റെ പരാമർശങ്ങൾ പരിശോധിക്കുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി കടന്നേക്കില്ല. AV ജയശങ്കർ, 24, പത്തനംതിട്ട.
ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് പാലാഴിക്ക് സമീപം 7 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചു. ഇവാൻ ഹിബാലാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, സങ്കടകരമായ വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചത് മറ്റോ ആണോ? ഗൂഗിൾ, ഏറെ ദാരുണമായ സംഭവം 9 മണിയോടുകൂടിയാണ് ഇത് ഉണ്ടാകുന്നത്. കോഴിക്കോട് പാലാഴിക്ക് സമീപത്തുള്ള ലാൻഡ്മാർക്ക് അബാക്കസ് ഫ്ളാറ്റിന്റെ 7ാം നിലയിൽ നിന്ന് കുട്ടി താഴേക്ക് വീഴുകയായിരുന്നു. ഈ സംഭവ സമയത്ത്, അതായത് ഈ കുട്ടിയും കുട്ടിയുടെ മാതാവും സഹോദരനും ഈ 7ാം നിലയിൽ അവരുടെ ഫ്ളാറ്റിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. ചെറിയ ഒരു ഇടവേളയിൽ ഈ മാതാവും സഹോദരനും വീടിനകത്തേക്ക് കയറിപ്പോയ സമയത്താണ് കുട്ടി താഴേക്ക് വീണതെന്നാണ് സംശയം. മാതാവ് തിരിച്ച് ബാൽക്കണിയിലേക്ക് വന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ലായിരുന്നു. തുടർന്ന് ഒരു പരിശോധന നടത്തി. താഴേക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വീണ് കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ വിവരം അറിയുന്നു. സെക്യൂരിറ്റി ഒക്കെ എത്തി അടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു. 7 വയസ്സ് മാത്രമാണ് പ്രായം. ഇവാൻ ഹിബാൽ എന്നാണ് കുട്ടിയുടെ പേര്. നിലവിൽ ആദ്യം ഇവരെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക്, മെട്രോ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടുന്ന് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവാൻ ഹിബാലിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഗൂഗിൾ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കാത്തതിൽ വിഷമമില്ലെന്ന് പ്രവർത്തന ചരിത്രം വേണ്ടി പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രൻ. സ്ഥാനത്തിന് വേണ്ടി ആരുടെയും പിന്നാലെ കാത്തു നിന്നിട്ടില്ല. പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയത് ദുർവ്യാഖ്യാനം ചെയ്തെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. പാർട്ടിയിൽ എതിർപ്പുകൾ ഉയരുന്നതിനിടെയായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം 2016 ഫെബ്രുവരി 15 എന്നെഴുതിയ ശേഷം ആശ്ചര്യചിഹ്നത്തോടെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിനെ വ്യാഖ്യാനിച്ചത്. പോസ്റ്റിനെ പിന്തുണച്ചും എതിർത്തും CPIM പ്രവർത്തകർ തന്നെ രംഗത്തെത്തി. പിന്നാലെയാണ് എല്ലാ മാധ്യമങ്ങളുടെ തലയിലിട്ടും പ്രവർത്തന ചരിത്രം എണ്ണിപ്പറഞ്ഞും കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. എനിക്കില്ലാത്ത ഉത്കണ്ഠയും എനിക്കില്ലാത്ത വിഷമവും എനിക്കില്ലാത്ത സങ്കടവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വിഭാഗീയത ഇല്ലാതിരുന്ന സമ്മേളനമാണ് കഴിഞ്ഞുപോയതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഫേസ്ബുക്ക് ചിത്രം മാറ്റിയ സംഭവത്തിൽ താൻ നേരിട്ടല്ല ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ VS അച്യുതാനന്ദനെ പ്രത്യേക ക്ഷണിതാവാക്കും. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമാകും VSനെ പ്രത്യേക ക്ഷണിതാവായി തീരുമാനിക്കുക. ക്ഷണിക്കപ്പെടേണ്ട നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്നും അതിൽ ഒന്നാമത്തെ പേര് VSന്റേതായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രായപരിധി കവിഞ്ഞ നേതാക്കളെ ഉൾക്കൊള്ളാൻ പാർട്ടി സംവിധാനമൊരുക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പ്രതികരിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ്കുമാർ അറസ്റ്റിലായി. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് നടപടി. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ ആനന്ദ്കുമാറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാതിവില തട്ടിപ്പിൽ ആനന്ദ്കുമാറിനെ പ്രതി ചേർത്ത് കണ്ണൂരിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് കേസ് 2 തവണ മാറ്റിവെച്ചിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ച കോടതി ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്ന ആനന്ദ്കുമാറിന്റെ വാദം തള്ളിയ ക്രൈംബ്രാഞ്ച് NGO കോൺഫെഡറേഷനിൽ നിന്നും ആനന്ദ്കുമാർ പണം വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചു. പിന്നാലെ ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ആനന്ദ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ജവഹർ നഗർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ആനന്ദ്കുമാറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. അഡ്മിറ്റ് ചെയ്ത ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റി സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നടപടി. നാളെ മജിസ്ട്രേറ്റിനെ എത്തിച്ച് റിമാൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം. കുട്ടികൾക്കിടയിൽ അക്രമം തന്നെ ലഹരിയായി മാറിയെന്ന് മന്ത്രി MB രാജേഷ്. സിനിമകളും ക്യാമ്പസുകളിലെ അരാഷ്ട്രീയതയും ഇതിന് കാരണമാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പുതുതലമുറ മുഴുവൻ കൊള്ളരുതാത്തവരാണെന്ന പ്രചാരണം നേരിടണമെന്ന് PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗവും അക്രമങ്ങളും കൂടുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ അക്രമം തന്നെ ഇപ്പോൾ ലഹരിയാകുന്നു. സിനിമകളും വെബ് സീരീസുകളുമെല്ലാം ഇതിന് കാരണമാണ്. ക്യാമ്പസുകളിലെ അരാഷ്ട്രീയത, ലഹരി ഉപയോഗം ഉൾപ്പെടെ ഉയരാൻ കാരണമാണെന്നും MB രാജേഷ് നിയമസഭയിൽ. ക്യാമ്പസിലെ അരാഷ്ട്രീയത, രാഷ്ട്രീയത്തിൻ്റെയും ആശയ സംവാദങ്ങളുടെയും ശൂന്യത, അതാണ് ഈ ലഹരി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള അരാജക പ്രവണതകൾക്കും വഴി തുറന്നിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ഒരു വയലൻസിൻ്റെ മഹത്വവൽക്കരണം ഉണ്ടായിട്ടില്ല. ഇവിടെ നേതൃത്വമില്ലാത്ത ആൾക്കൂട്ടത്തിന് അക്രമം ഒരു ലഹരിയായിട്ട് മാറിയാൽ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും
നിരീക്ഷണങ്ങൾക്കുമായി പ്രഹാരി നർക്കോട്ടിക് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി അറിയിച്ചു. പുതുതലമുറ മുഴുവൻ കൊള്ളരുതാത്തവരാണെന്ന പ്രചാരണം സമാന്തരമായി നടക്കുന്നുണ്ടെന്ന് PC വിഷ്ണുനാഥ് MLA. ഈ പുതിയ തലമുറ മുഴുവൻ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തവരും കൊള്ളരുതാത്തവരുമാണെന്ന ഒരു പ്രചരണവും കൂടെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതിനെയും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രതികരിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടിയാണ് MP രാജേഷിന്റെ മറുപടി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് നടന്ന ലഹരിവേട്ടയിൽ പിടിയിലായത് 5 പേർ. കോഴിക്കോട് 2 കൊച്ചിയിലുമായി MDMAയുമായാണ് പ്രതികൾ പിടിയിലായത്. ഇടുക്കിയിലും കാസർഗോഡും ഹാഷിഷ് ഓയിലും കഞ്ചാവും പിടികൂടി. കഞ്ചാവ് കടത്താൻ കൂട്ടുനിൽക്കാത്തതിന് പാലക്കാട് കൂട്ടുപാതയിൽ യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേരെ കസബ പോലീസ് പിടികൂടി. കോഴിക്കോട് 2 MDMA പിടികൂടിയത്. എലത്തൂർ സ്റ്റേഷൻ പരിധിയിൽ 79.74 ഗ്രാം MDMAയുമായി 3 പേരാണ് പിടിയിലായത്. പാവങ്ങാടിന് സമീപം ഹോം സ്റ്റേയിൽ വെച്ചാണ് പോലീസും ഡെൻസാഫും ചേർന്ന് ഇവരെ പിടികൂടിയത്. കുറ്റിക്കാട്ടൂർ സ്വദേശി മിഥുൻ രാജ്, പുതിയങ്ങാട് സ്വദേശി നൈജിൻ റിറ്റ്സ്, പൂവാട്ടുപറമ്പ് സ്വദേശി രാഹുൽ എന്നിവരാണ് പ്രതികൾ. ബംഗളൂരുവിൽ നിന്നെത്തിക്കുന്ന MDMA ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്ന സംഘമാണിവർ. ചാത്തമംഗലം നായർക്കുഴി GHSന് സമീപം വെച്ചാണ് MDMAയുമായി യുവാവ് പിടിയിലായത്. സംശയം തോന്നിയ കളന്തോട് സ്വദേശിയായ റിഷാദിൽ നിന്ന് 0.45 ഗ്രാം MDMAയാണ് കണ്ടെടുത്തത്. ഇയാളുടെ ബൈക്കും മാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ 23 ഗ്രാം MDMAയുമായി മണ്ണഞ്ചേരി സ്വദേശി ഷിയാസാണ് പിടിയിലായത്. ഡെൻസാഫും പോലീസും ചേർന്ന് ചക്കരപ്പറമ്പിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഇടുക്കി കമ്പംമേട്ടിൽ 105 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ആലപ്പുഴ വണ്ടാനം സ്വദേശി അഷ്കർ വാഹന പരിശോധനയ്ക്കിടയിലാണ് പിടിയിലായത്. അതിർത്തി വഴി കേരളത്തിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ഇത്. കാസർഗോഡ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 4 കിലോ കഞ്ചാവുമായി മഞ്ചേശ്വരം ബംബ്രാണ സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. ഇതിനിടയിലാണ് പാലക്കാട് നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട അക്രമവാർത്ത പുറത്തുവന്നത്. ഈ മാസം 1-നായിരുന്നു ഈ സംഭവം. 3 പേർ പാലക്കാട് കൂട്ടുപാതയിലേക്ക് പോവാൻ അബ്ബാസിന്റെ ഓട്ടോയിൽ കയറി. കൂട്ടുപാതയിൽ നിന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചെന്നുമാണ് അബ്ബാസിന്റെ മൊഴി. കഞ്ചാവ് കടത്താനാണെന്ന് അറിഞ്ഞതോടെ കഴിയില്ലെന്നറിയിച്ച് പ്രദേശത്തു നിന്ന് പോകാൻ തുടങ്ങിയതോടെ കൂടുതൽ പേർ ചേർന്ന് വീണ്ടും മർദ്ദിച്ചെന്നും അബ്ബാസ്. കേസിൽ 3 പേരെ പാലക്കാട് കസബ പോലീസ് പിടികൂടി. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു, അനീഷ്, കൂട്ടുപാത സ്വദേശി സ്മികേഷ് എന്ന ഷാജി എന്നിവരെയാണ് പോലീസ് പിടിച്ചത്. പിടിയിലായ 3 നിരവധി ലഹരിക്കടത്ത് കേസിലും അടിപിടി കേസുകളിലും പ്രതികളാണ്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം തുടങ്ങിയെന്നും കസബ പോലീസ് പറയുന്നു. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണിത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. തമിഴ് MPമാർക്കെതിരായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വിവാദ പരാമർശത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ഇന്ത്യ സഖ്യം, തമിഴ് ഭാഷയോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 100 തവണ മാപ്പ് പറയാൻ തയ്യാറെന്നും രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ലോക്സഭയിൽ ത്രിഭാഷാ നയത്തിനെതിരെ പ്രതിഷേധിച്ച DMK MPമാരെ അപരിഷ്കൃതരെന്ന് പരിഹസിച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരാമർശം പിൻവലിച്ച് ഖേദം രേഖപ്പെടുത്തിയെങ്കിലും വിഷയം വിടാൻ പ്രതിപക്ഷം തയ്യാറല്ല. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് സഭയിലേക്ക് എത്തിയ DMK അംഗങ്ങൾ സഭാ കവാടത്തിലും സഭയ്ക്കകത്തും പ്രതിഷേധിച്ചു. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ചർച്ച ആവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ തള്ളിയത് ഏകാധിപത്യ നടപടിയെന്നുമുള്ള രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവന ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഇടയാക്കി. मिस्टर तिरछी से प्लीज मैं अलाउ करूंगा माननीय एमपी कि आप अपनी अपनी सीटों पे जाएं. प्लीज जाएं अपनी सीटों पे. രാജ്യസഭാ ഉപാധ്യക്ഷനെതിരായ പ്രസ്താവന ഖർഗെ പിൻവലിച്ചു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രതിഷേധം തുടർന്നു. രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ വികാരാധീനനായ ധർമ്മേന്ദ്ര പ്രധാൻ ഒഡിയ വിശ്വാസമനുസരിച്ച് മാതാവിന്റെ നാടാണ് തമിഴ്നാടെന്ന് വിശദീകരിച്ചു. मैं इस देश की पहला भाषा आधारित प्रशासनिक इकाई का सुपुत्र हूं, उड़िया आदमी हूं. मैं पहला भाषा आधारित राज्य का व्यक्ति हूं. इसलिए भाषा के अपने आप में महत्व है. हमारे दृष्टिकोण अलग है, ये विचारधारा का विषय है. हम वसुधैव कुटुंबकम में विश्वास करने वाले लोग हैं. दुनिया के मानव को एक परिवार की दायित्वदारी मानने वाले हैं. हमको ये बात मत पढ़ाइए. തമിഴ് ഭാഷയോടുള്ള തന്റെ ആത്മാർത്ഥതയ്ക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പൊട്ടിത്തെറിച്ചു. ഒന്നും ആരും ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 24 ഡൽഹി.
റഷ്യ യുക്രൈൻ സമാധാന ചർച്ച ജിദ്ദയിൽ പുരോഗമിക്കുന്നു. അമേരിക്കയുടെയും യുക്രൈന്റെയും പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സൗദിയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് അമേരിക്കയും യുക്രൈനും പ്രതികരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചയാണ് ജിദ്ദയിൽ പുരോഗമിക്കുന്നത്. സൗദിയുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. വെടിനിർത്തൽ നിർദ്ദേശം ചർച്ചയിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച. ചർച്ചയ്ക്ക് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്നലെ സൗദി സന്ദർശിച്ചിരുന്നു. ഇരുവരും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നിർണായക നീക്കമാണ് സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും യഥാർത്ഥ സമാധാനം പുലരുമെന്നാണ് പ്രതീക്ഷയെന്നും ചർച്ചയ്ക്ക് ശേഷം സെലൻസ്കി പ്രതികരിച്ചു. തടവുകാരെ മോചിപ്പിക്കൽ, കുട്ടികളെ തിരിച്ചെത്തിക്കൽ തുടങ്ങിയവ ചർച്ചയുടെ ഫലമായി സാധിക്കുമെന്ന പ്രതീക്ഷയും സെലൻസ്കി പങ്കുവച്ചു. ജിദ്ദയിൽ നടക്കുന്ന ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട് എയർടെൽ. സ്പേസ് എക്സുമായി രാജ്യത്ത് ഒപ്പുവെക്കുന്ന ആദ്യ കരാറാണിത്. എയർടെൽ വഴി ബിസിനസ് ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ കണക്ടിവിറ്റി സുഗമമാക്കുന്നതിനും ഇതിലൂടെ കഴിയുമെന്ന് എയർടെൽ. ലോകോത്തര നിലവാരമുള്ള ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് എല്ലായിടത്തും എത്തിക്കാനാണ് ശ്രമമെന്നും മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമായ ഗോപാൽ വിറ്റൽ പറഞ്ഞു. ലവ് ജിഹാദ് വിവാദ പ്രസംഗത്തിൽ BJP നേതാവ് PC ജോർജിനെ പിന്തുണച്ച് KCBC. PC ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശം ഇല്ലെന്നാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വാദം. PC ജോർജിനെതിരെ നടപടിയിലേക്ക് നീങ്ങും മുമ്പ് പ്രസംഗം വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. പാലായിലെ വിവാദ പ്രസംഗത്തിൽ ഇതിനോടകം 3 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. എന്നാൽ തിരക്കിട്ട് നടപടിയിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം നിയമോപദേശം തേടും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടി. എന്നാൽ കേസിനെ നേരിടുമെന്ന ഷോൺ ജോർജ്. PC ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആർക്ക് വേണ്ടി? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. PC ജോർജിന് പിന്തുണയുമായി KCBC രംഗത്ത് വന്നു. PC ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശമില്ലെന്നും ലഹരി ആക്രമണങ്ങളെ നിസ്സാരവൽക്കരിക്കാനാണ് നീക്കമെന്നും വാർത്താക്കുറിപ്പിൽ KCBC നിലപാട് വ്യക്തമാക്കി. PC ജോർജിനെതിരെ CPI നേതാവ് ആനി രാജ രംഗത്ത് വന്നു. ഒരു പ്രദേശത്ത് തന്നെ 400 ലവ് ജിഹാദ് സംഭവങ്ങളുണ്ട് എന്ന് പറയുക. ഇതിൻ്റെ എല്ലാം പിറകിലുള്ളതെല്ലാം എനിക്കറിയാം, പക്ഷേ അത് ഞാനിപ്പോൾ പറയുന്നില്ല. സത്യാവസ്ഥ അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ PC ജോർജിനെ പോലീസ് തന്നെ PC ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹം അതിന് കൂട്ടുനിന്നിട്ടുണ്ടോ? കുറ്റകൃത്യം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചു. 24 കോട്ടയം. സംസ്ഥാനത്ത് 3 പേർക്ക് സൂര്യാഘാതമേറ്റു. കോഴിക്കോട് കാരശ്ശേരിയിൽ കർഷകനായ ആനയാംകുന്ന് സ്വദേശി സുരേഷിന് പൊള്ളലേറ്റു. പത്തനംതിട്ട കോന്നിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം KG ഉദയനാണ് സൂര്യാഘാതമേറ്റത്. മലപ്പുറത്ത് വീടിന്റെ ടെറസിന് മുകളിൽ ജോലി ചെയ്യുകയായിരുന്ന മധ്യവയസ്കനാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. മലപ്പുറത്ത് വീടിന്റെ ടെറസിന്റെ മുകളിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഹുസൈന വലതു കൈയിലും കഴുത്തിലും സൂര്യാതപമേറ്റത്. കോഴിക്കോട് കാരശ്ശേരിയിൽ കർഷകന് സൂര്യാഘാതമേറ്റു. ആനയാംകുന്ന് സ്വദേശി സുരേഷിനാണ് സൂര്യാതപമേറ്റത്. കൃഷിസ്ഥലത്ത് വെച്ച് സൂര്യാതപമേറ്റുവെന്നാണ് സംശയം. പത്തനംതിട്ട കോന്നിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം KG ഉദയന് സൂര്യാഘാതമേറ്റു. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി, കണ്ണമ്പ്ര എന്നിവിടങ്ങളിൽ ചൂടേറ്റ് കന്നുകാലികൾ ചത്തു. പോസ്റ്റ്മോർട്ടത്തിൽ സൂര്യാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. കൊടും ചൂട് തുടരുന്നതിനാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാവിലെ 10 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. 24 തിരൂർ. ഇതോടെ 24 പൂർണ്ണമാകുന്നു. നമസ്കാരം.